രാജാവാകുന്ന നിത്യസത്യവചനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകി അങ്ങയുടെ മാഹാത്മ്യം കാണുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കണമേ. വചനമനുസരിച്ച് അങ്ങയുടെ സാക്ഷിയായി ജീവിച്ച് നിത്യജീവിതത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവത്തിന് മുമ്പാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുമ്പാകെയും അവന്റെ ആഗമനത്തിന്റെയും രാജ്യത്തിന്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിനു നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക. കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകന്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക. നീതിയുടെ കിരീടം. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എൻ്റെ വേർപാടിന്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവന്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. നിർദ്ദേശങ്ങൾ. എൻ്റെ അടുത്ത് വേഗം എത്തിച്ചേരാൻ ഉത്സാഹിക്കുക. എന്തെന്നാ, ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയിരിക്കുന്നു. ക്രെസ്കസ് ഗലാത്യയിലേക്കും തീത്തോസ് ദൽമാത്യയിലേക്കും പോയി കഴിഞ്ഞു. ലൂക്ക മാത്രമേ എന്നോട് കൂടെയുള്ളൂ. മർക്കോസിനെ കൂടെ നീ കൂട്ടിക്കൊണ്ടുവരണം. ശുശ്രൂഷയിൽ അവൻ എനിക്ക് വളരെ പ്രയോജനപ്പെടും. തെക്കിക്കോസിനെ ഞാൻ എഫേസോസിലേക്ക് അയച്ചിരിക്കുകയാണ്. നീ വരുമ്പോൾ ഞാൻ ത്രോവാസിൽ കാർപോസിന്റെ പക്കൽ ഏൽപ്പിച്ചിട്ട് പോന്ന എൻ്റെ പുറംകുപ്പായവും പുസ്തകങ്ങളും പ്രത്യേകിച്ച് തുകൽ ചുരുളുകളും കൊണ്ടുപോരണം. ചെമ്പു പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വലിയ ദ്രോഹം ചെയ്തു. കർത്താവ് അവന്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകും. നീയും അവനെക്കുറിച്ച് കരുതലോടെ ഇരിക്കണം. കാരണം അവൻ നമ്മുടെ വാക്കുകളെ ശക്തിപൂർവ്വം എതിർത്തവനാണ്. എൻ്റെ ന്യായവാദങ്ങൾ ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആരും എൻ്റെ ഭാഗത്തില്ലായിരുന്നു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ആ കുറ്റം അവരുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കട്ടെ. എന്നാൽ കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. എല്ലാ വിജാതിയരും കേൾക്കത്തക്ക വിധം വചനം പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ട ശക്തി അവിടുന്ന് എനിക്ക് നൽകി. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. കർത്താവ് എല്ലാ തിന്മകളിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് തന്റെ സ്വർഗരാജ്യത്തിലേക്കായി എന്നെ കാത്തുകൊള്ളും. എന്നും എന്നേക്കും അവിടത്തേക്ക് മഹത്വം. ആമേൻ. ആശംസകൾ. പ്രിസ്കായ്ക്കും അക്വീലയ്ക്കും ഒനേസിഫോറോസിന്റെ കുടുംബത്തിനും അഭിവാദനങ്ങൾ. എറാസ്തുസ് കോറിന്തോസിൽ തങ്ങി. രോഗബാധിതനായ ത്രോഫിമോസിനെ ഞാൻ മിലേത്തോസിൽ വിട്ടിട്ട് പോന്നു. മഞ്ഞുകാലത്തിന് മുൻപ് തന്നെ ഇവിടെ എത്താൻ നീ ശ്രമിക്കുക. എവിബുളോസും പൂതൻസും ലീനൂസും ക്ലൗദിയായും മറ്റെല്ലാ സഹോദരന്മാരും നിനക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. കർത്താവ് നിന്റെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളോടുകൂടെ.